കൊറിയർ സർവീസിൻ്റെ പാക്കറ്റിൻ്റെ അകത്താണ് ബോഡി ഇട്ടിട്ടാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത്. പക്ഷേ താഴെ വന്ന് വീണപ്പോൾ കുറേ ഭാഗം പുറത്തേക്ക് ചാടി. പുള്ളി പറഞ്ഞ് പൂട്ടിയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു, പക്ഷേ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എന്നോട് പറഞ്ഞ റിപ്പോർട്ട്. അത് പൊക്കൽക്കൊടി വിച്ഛേദിച്ചിട്ടില്ല. മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ നിന്നും കേൾക്കുന്നത്. ഒരു ദിവസം പ്രായമായ നവജാത ശിശുവിനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടില്ല. ഇതുവരെയായിട്ടും പോലീസ് അത് എടുത്തിട്ടില്ല. കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോവാം. മറ്റുള്ളവരടുത്ത് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് അറിയാം. ആൻ്റണി പൈനത്തറ, കൗൺസിലറാണ്. ഇവിടെ ഈ പരിസരത്താണ് താമസം. തൊട്ടടുത്ത് എൻ്റെ വീട്. ഞാൻ ഇളംകുളത്തെ കൗൺസിലറാണ്. ഇവിടുത്തെ കൗൺസിലറായിരുന്നു. ഇപ്പോൾ ഇളംകുളത്തെ കൗൺസിലറാണ്. തൊട്ടടുത്താണ് താമസിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? രാവിലെ ഒരു 8:15 എന്നെ വിളിച്ചിങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഒരു ഡ്രൈവർ, ജിതിൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഒരു ബോഡി മറ്റേ ഒരു പാക്കറ്റിൻ്റെ അകത്ത് നിന്ന് പാക്കറ്റും ഇതായിട്ട് വേർപെട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അവരപ്പോൾ തന്നെ അടുത്തുള്ളവരെയൊക്കെ അറിയിച്ചു. ശുചീകരണ തൊഴിലാളികളും തൊട്ടടുത്തുണ്ട്. അവരെയും വിളിച്ചു. അവർ പിന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫ്ലാറ്റിൽ നിന്ന് വീഴുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. അതിൽ 21 യൂണിറ്റുള്ള ഒരു ഫ്ലാറ്റാണ്. അതിൽ 3 ഫ്ലാറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതിലൊരു ഫ്ലാറ്റിൽ തൊട്ട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏകദേശം വീഡിയോയിൽ കാണുന്നതനുസരിച്ച് അവിടെ നിന്ന് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പോലീസ് പരിശോധിക്കുന്നു. ഇവിടെ മറ്റുള്ളവരൊക്കെ അവരോടൊക്കെ സംസാരിച്ചു. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഈ ഫ്ലാറ്റിൽ നിലവിലില്ല. ആശാവർക്കന്മാരെ വരുത്തിച്ചു. സർവൻസായിട്ടും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൊട്ടടുത്ത ഫ്ലാറ്റുകളിലൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഡ്രൈവർ ഒരു സംശയം പറഞ്ഞു വെച്ചാൽ ഇതിവിടെ ഇങ്ങനെ കൊച്ചു വീടിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ് അപ്പുറത്തുനിന്ന് പാസ് ചെയ്ത് പോകാനായിട്ട് പുള്ളിക്ക് പക്ഷേ അത് സംശയിക്കുന്നില്ല പുള്ളി. സ്വാഭാവികമായിട്ടുള്ള കാറായിരിക്കും പോയേക്കണത്. പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആൺകുട്ടിയുടെ ബോഡിയാണ്. എനിക്കൊണ്ട് ജനിച്ചിട്ട് ഒരു ദിവസമൊക്കെ കഷ്ടിച്ചായിട്ട് ചിലപ്പോൾ രാത്രിയായിരിക്കും. അത്രേ ലേറ്റ് ആയിട്ടുള്ളൂ. കൊറിയർ സർവീസിലെ കവറിലാണ്, പാക്കറ്റിലാണ്. അതെ, കൊറിയർ സർവീസിൻ്റെ പാക്കറ്റിൻ്റെ അകത്താണ് ബോഡി ഇട്ടിട്ടാണ് താഴത്തേക്ക് ഇട്ടിരിക്കുന്നത്. പക്ഷേ താഴെ വന്ന് വീണപ്പോൾ കുറേ ഭാഗം പുറത്തേക്ക് ചാടി. അതിലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ അഡ്രസ്സ് പോലീസ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്താ ഈ ഫ്ലാറ്റിലെ താമസക്കാരൊക്കെ പഴയ താമസക്കാരാണ്. ഒത്തിരി നാളായിട്ടുള്ള ഫ്ലാറ്റാണ്. അതുകൊണ്ട് പരസ്പരം അറിയാവുന്നവരൊക്കെ തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ ഭൂരിഭാഗം പേര് അറിയാം. അവരൊക്കെ ആകെ ഷോക്ക്ഡാണ്. അതിൽ ഇപ്പോൾ സാധ്യത കൂടുതൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൽ കയറി ആരെങ്കിലും ചെയ്താനുള്ള ചാൻസ് കൂടുതൽ. അതായത് പുറത്തുനിന്ന് ആരോ വന്നതിന് ശേഷം. അതെ. ഇത് ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് പലർക്കും പരിചയം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ചെയ്താനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. ഈ ഫ്ലാറ്റിലെ പരിചയക്കാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ എന്താണ് പറയുന്നത്? ആരെങ്കിലും സംശയാസ്പദമായിട്ടൊരു ഇല്ല, അവരും പറഞ്ഞ കാലിയായി കിടക്കുന്ന ഫ്ലാറ്റുകൾ പരിശോധിക്കാനാണ് അവരും ശ്രമിക്കുന്നത്. അത് ഈ ഫ്ലാറ്റുകളൊക്കെ ലോക്കായിരിക്കുമല്ലോ? ലോക്കാണ്. പക്ഷേ സെക്യൂരിറ്റി ലോക്ക് ചെയ്തിട്ടുണ്ടാകുന്ന സംശയം. പുള്ളി പറഞ്ഞ് ലോക്ക് ചെയ്തിട്ടുണ്ടാകുന്ന സെക്യൂരിറ്റി പറയുന്നത്. പക്ഷേ കാലിയായി കിടക്കുന്നത് ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം താഴത്തെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞ് പൂട്ടിയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നു. പക്ഷേ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അതുമല്ല, ഈ ഫ്ലാറ്റിൽ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. ഈ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് നോക്കി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ലഭിച്ചിരിക്കുന്നത് ഏത് ഫ്ലാറ്റിലെ? ഫ്ലാറ്റിൽ നിന്നുള്ള തന്നെ കിട്ടിയേക്കുന്നത് ദൃശ്യങ്ങൾ കിട്ടിയേക്കണം. അതെ. അതായത് ഈ കയറുന്നതും ഇറങ്ങുന്നതും ഇല്ല, അത് കിട്ടിയിട്ടില്ല. വീഴുന്നത് മാത്രമേ കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് അതും ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എന്നെ കൗൺസിലർ വിളിച്ചു. അതനുസരിച്ച് ഞാൻ അപ്പോൾ തന്നെ സ്പോട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു റോഡിലാണ് സംഭവം ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇനി പുറത്തുനിന്ന് വന്ന് കുഞ്ഞിനെ കളഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നമ്മളാരും ഒരു പ്രഗ്നൻറ്റ് ലേഡീസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ചുറ്റുവട്ടത്തുള്ള ഫ്ലാറ്റിലെല്ലാം അന്വേഷിച്ചപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളും അവരും എല്ലാം സുരക്ഷിതരാണ്. കുഞ്ഞിൻ്റെ ഒരു പ്രായം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എന്നോട് പറഞ്ഞ റിപ്പോർട്ട്. എങ്ങനെ മനസ്സിലായത്? അത് പൊക്കൽക്കൊടി വിച്ഛേദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും അവരെ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പം പ്രഗ്നൻറ്റ് ലേഡീസൊന്നുമില്ല. എല്ലാവരും പരിചയക്കാരാണോ? നമ്മൾ എപ്പോഴും വരുന്ന ഫ്ലാറ്റാണ്. നമ്മൾ വിവരങ്ങളൊക്കെ തിരക്കുകയും പ്രഗ്നൻറ്റ് ലേഡീസിനെ രജിസ്റ്റർ ചെയ്യുകയും ഗർഭിണികളും കുട്ടികളെയൊക്കെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിതാണ്. അവരാരെങ്കിലും പറഞ്ഞു സംശയാസ്പദമായ എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി പോലീസ് അന്വേഷിക്കട്ടെ.